ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എന്നെ ശ്രവിക്കുന്ന ദൈവജനമേ, നമുക്ക് നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹം പ്രാപിക്കുന്നതിൽ നിന്നും തടസ്സമായിട്ട് നമ്മുടെ ജീവിത സാഹചര്യങ്ങളിലേക്ക് കടന്നു വരുന്ന രണ്ടാമത്തെ പ്രമുഖമായ കാര്യത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ധ്യാനിക്കുവാനായിട്ട് പോകുന്നത്. അത് മറ്റൊന്നുമല്ല, നമ്മുടെ പിതാക്കന്മാരിൽ നിന്ന് നമുക്ക് ലഭിച്ചിരിക്കുന്ന വ്യർത്ഥമായ ജീവിത രീതികളാണ്. പത്രോസ് ലീഹ എഴുതിയ 1-ാമത്തെ ലേഖനം അധ്യായം 1 18-ാമത്തെ തിരുവചനം ഇപ്രകാരം പറയുന്നു: പിതാക്കന്മാരിൽ നിന്നും നിങ്ങൾക്ക് ലഭിച്ച വ്യർത്ഥമായ ജീവിത രീതിയിൽ നിന്നും നിങ്ങൾ വീണ്ടെടുക്കപ്പെട്ടത് നശ്വരമായ വെള്ളിയോ സ്വർണമോ കൊണ്ടല്ല എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. നമ്മുടെ മാതാപിതാക്കളിൽ നിന്നോ നമ്മുടെ പൂർവ്വികരിൽ നിന്നോ നമ്മുടെ കുടുംബത്തിൽ നിന്നോ ഒക്കെ നമുക്ക് ലഭിച്ചിരിക്കുന്ന വ്യക്തമായ ജീവിത രീതികളാണ് നമ്മുടെ ജീവിതത്തിൽ ഒരു മുറിവായിട്ട് കടന്നു വരികയും ആ മുറിവുകൾ ഉള്ളിൽ ഉള്ളത് കൊണ്ടാണ് നമുക്ക് ദൈവാനുഗ്രഹം അതിൻ്റെ പരിപൂർണതയിൽ അനുഭവിച്ചറിയുവാനായിട്ട് സാധിക്കാതെ പോകുന്ന അവസ്ഥയൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുകയും ചെയ്യുന്നത്. നമുക്കിന്ന് നമ്മെ തന്നെ ദൈവസന്നിധിയിലേക്ക് സമർപ്പിച്ചുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ തിരുരക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ഒരു വ്യക്തിയായിട്ട് നമുക്ക് ജീവിക്കുവാനുള്ള ആ വലിയ അനുഗ്രഹം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതിന് വേണ്ടി നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. നമുക്ക് കണ്ണുകളടച്ചുകൊണ്ട് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വരാം. കർത്താവായ ഈശോയെ, അങ്ങയുടെ തിരുരക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ഒരു വ്യക്തിയായിട്ട് ജീവിക്കുവാനുള്ള കൃപയേക്ക് എന്നെ ഈ സുദിനത്തിൽ അനുഗ്രഹിക്കണമേ. എൻ്റെ ജീവിത സാഹചര്യങ്ങളിലേക്ക് കടന്നു വന്നിരിക്കുന്ന പിതാക്കന്മാരിൽ നിന്ന് എനിക്ക് ലഭിച്ച വ്യർത്ഥമായ ജീവിത രീതികളിൽ നിന്ന് പരിപൂർണമായിട്ടുള്ള ഒരു മോചനം നൽകി എന്നെ അനുഗ്രഹിക്കണമേ നാഥ. അങ്ങനെ ഞാൻ എൻ്റെ ജീവിതത്തിൽ അങ്ങയുടെ അനുഗ്രഹം പ്രാപിച്ചുകൊണ്ട് ഈ ലോകത്തിൽ എൻ്റെ ജീവിതാവസ്ഥയിൽ അനുഗ്രഹത്തിൻ്റെ സ്രോതസ്സായി ജീവിക്കുവാനുള്ള കൃപയേക്ക് നൽകുന്നാഥ എന്നെ അനുഗ്രഹിക്കണമേ. നമ്മുടെ കർത്താവ് ഈശോമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മെല്ലാവരിലും ഉണ്ടാകുമാറാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.